പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾക്കു മുന്നിൽ പ്രണാമം. ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ജനനീ നവരത്നമഞ്ജരി എന്ന കൃതിയിലെ 5-ാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. മേലായ മൂലമതിയാലാവൃതം ജനനി നീ ലാസ്യമാടി വിടുമിക്കീലാലവായ് വനല കോലാഹലം ഭുവനം ആലാപമാത്രമഖിലം. കാലാദിയായ മൃദുനൂലാലെ നെയ്യുമൊരു ലീലാപടം ഭവതി മെയ്മേലാകമൂടുമതിനാൽ ആരുമുള്ളതറിവീലാകമാന്ത നിലയേ. മേലായ മൂലമതിയാലാവൃതം ജനനി നീ ലാസ്യമാടി വിടുമിക്കീലാലവായ് വനല കോലാഹലം ഭുവനം ആലാപമാത്രമഖിലം. കാലാദിയായ മൃദുനൂലാലെ നെയ്യുമൊരു ലീലാപടം ഭവതി മെയ്മേലാകമൂടുമതിനാൽ ആരുമുള്ളതറിവീലാകമാന്ത നിലയേ. ജനനി നീ, ജനനിയായ നീ, സർവത്തെയും ജനിപ്പിക്കുന്നവളായ നീ ലാസ്യമാടി വിടും. ലാസ്യനടനമാടുമ്പോൾ പ്രകടമായി തീരുന്ന കീലാലവായ് വനല കോലാഹലം, ജലം, വായു, അഗ്നി തുടങ്ങിയവയുടെ മഹാത്ഭുത സംഘാതങ്ങളായ ഭുവനം, ഈ പ്രപഞ്ചം മേലായ മൂലമതിയാൽ ആവൃതം, എല്ലാറ്റിനും മുകളിലുള്ള മൂലമതിയാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. അഖിലം ആലാപമാത്രം, എല്ലാം പറച്ചിലിൽ ഒതുങ്ങുന്നു, അഥവാ നാദബ്രഹ്മസ്വരൂപതയോടുകൂടി ഭാസിക്കുന്നു. കാലാദിയായ, കാലം ദേശം മുതലായ മൃദുനൂലാലെ നെയ്യും, അതിലോലമായ നൂലുകൊണ്ട് നെയ്തെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ലീലാപടം. ലീലാപടം എന്ന് പറയുന്നത് നൃത്തവേഷമാണ്. ഭവതി, അമ്മ, ദേവി, മെയ്മേലാകെ മൂടും, ശരീരം മുഴുവനും മൂടിയിരിക്കുന്നു. അതിനാൽ, അതുകൊണ്ട് ആരും ഉള്ളതറിവില്ല, യാഥാർത്ഥ്യം ആരും അറിയുന്നില്ല. ആഗമാന്ത നിലയെ, ആഗമാന്തത്തെ, വേദാന്തത്തെ നിലയാക്കിയിട്ടുള്ളവളെ, ആഗമാന്ത നിലയെ എന്ന് പറഞ്ഞാൽ ജ്ഞാനസ്വരൂപിണി എന്നാണ് ഈ പ്രയോഗത്തിൻ്റെ അർത്ഥം. ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം. സർവത്തിൻ്റെയും ജനനിയായിട്ടുള്ള വിശ്വമാതാവേ, നീ ലാസ്യമാടി വിടുമ്പോൾ പ്രകടീഭവിക്കുന്ന ഭാവരൂപാദികളായ ജലം, വായു, അഗ്നി തുടങ്ങിയ പഞ്ചമഹാഭൂത സംഘാതങ്ങളാകുന്ന ഈ പ്രപഞ്ചം മേലായ മൂലമതിയാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. എല്ലാം ആലാപമാത്രമായി അവശേഷിക്കുന്നു. അമ്മയുടെ ശരീരവും കാലദേശാദികളാകുന്ന സൂക്ഷ്മ നൂലുകളാൽ നെയ്തെടുത്ത മൃദുലമായ നൃത്തവേഷത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. അത് കാരണം ആഗമാന്ത നിലയിൽ വർത്തിക്കുന്ന ശുദ്ധജ്ഞാനസ്വരൂപിണിയായ അമ്മയുടെ യഥാർത്ഥ രൂപം ആർക്കും അറിയാൻ സാധിക്കുന്നില്ല. വിശ്വമാതാവായി ഭാവം പകർന്നാടുന്ന ദേവിയുടെ ആ പകർന്നാട്ടം ലാസ്യഭാവത്തിലുള്ള നടനമാണ്. സംഹാരാത്മകമായ ശിവതാണ്ഡവത്തിൻ്റെ അനുപൂരകമാണ് ദേവിയുടെ ലാസ്യനടനം. ശിവതാണ്ഡവം സൃഷ്ടിന്മുഖ സംഹാരാത്മകമാണ്.
വിശ്വവിധാനീയതയിലെ ഉപേക്ഷണീയങ്ങളായ സർവ്വതിനെയും സംഹരിച്ചുകൊണ്ടും കാലോചിതമായി നവമൂല്യ സംരചനകളെ സന്നിവേശിപ്പിച്ചുകൊണ്ടും അരങ്ങേറുന്ന പ്രാപഞ്ചിക നൈരന്തര്യത്തെ സംസൃഷ്ടമാക്കി തീർക്കുന്ന സൃഷ്ടി വൈഭവമാണ് പ്രാപഞ്ചിക പ്രതീതികളായി വിരാജിക്കുന്നത്. ഈ കീലാല വായ്വനല കോലാഹലം മേലായ മൂലമതിയാലാവൃതം എന്ന പ്രയോഗത്തിലൂടെ പ്രാപഞ്ചിക വാഴ്വിൻ്റെ നിഗൂഢതകളിലേക്കാണ് ഗുരു വിരൽ ചൂണ്ടുന്നത്. പ്രകർഷേണയുണ്ടാകുന്ന പഞ്ചം അഥവാ വിശേഷരൂപത്തിൽ സംഭവിക്കുന്ന അഞ്ചുകളുടെ കൂട്ടം അഥവാ പഞ്ചീകരണം എന്നാണ് പ്രപഞ്ചം എന്ന പദത്തിൻ്റെ വാഗർത്ഥം. പഞ്ചീകരിക്കപ്പെട്ടത്. ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം എന്നീ പഞ്ചമഹാഭൂതങ്ങളുടെ പഞ്ചീകരണത്തിലൂടെയാണ് പ്രാപഞ്ചികമായ സർവ്വതും ഉണ്ടായി വരുന്നത്. ഓരോ ഭൗതിക വസ്തുവിനെയും പ്രത്യേകം എടുത്ത് സൂക്ഷ്മ പരിശോധന നടത്തി നോക്കിയാൽ അവയോരോന്നും അനേകം സൂക്ഷ്മകണികകളുടെ സംഘാതങ്ങളാണെന്ന് ബോധ്യപ്പെട്ട് കിട്ടുന്നതാണ്. ആ പരിശോധന തുടർന്നുകൊണ്ടേയിരുന്നാൽ എല്ലാ അന്വേഷണങ്ങളും ഒന്നായ മാമതിയിൽ ചെന്നു ചേരും. മേലായ മൂലമതിയാൽ ആവൃതം സർവം എന്ന് ഗുരു നടത്തിയ പ്രയോഗത്തിൻ്റെ അർത്ഥവ്യാപ്തി ഇത്തരത്തിലാണ് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കേണ്ടത്. ആലാപമാത്രമഖിലം. ഇവിടെ എന്തെല്ലാമുണ്ടോ അതെല്ലാം പറച്ചിലിൻ്റെ രൂപത്തിലുള്ളതാകുന്നു എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം. ഇന്നത് എന്ന തരത്തിലാണല്ലോ പ്രാപഞ്ചിക വസ്തുക്കളെ നമ്മൾ അറിയുകയും അറിയിക്കുകയും ചെയ്യുന്നത്. അമ്മ, അച്ഛൻ, മകൻ, മകൾ, ഭാര്യ, ഭർത്താവ്, ഗുരു, ശിഷ്യൻ, മുതലാളി, തൊഴിലാളി എന്നിങ്ങനെ ഓരോരോ പദവികളും സ്ഥാനപ്പേരുകളും നൽകി നാം വ്യക്തികളെ വേർതിരിച്ചറിയുന്നു. കാള, പശു, കോഴി, താറാവ്, പട്ടി, പൂച്ച, എരുമ, പോത്ത്, ആന, കുതിര, കടുവ, പുലി, സിംഹം, പാമ്പ്, മത്സ്യം, ആമ, തവള, ചീങ്കണ്ണി എന്നിങ്ങനെ പക്ഷിമൃഗാദികളെയും മറ്റ് ജന്തുക്കളെയും പേര് ചൊല്ലി വേർതിരിച്ചറിയുന്നു. പകൽ, രാത്രി, ഇടി, മിന്നൽ, കാറ്റ്, മഴ തുടങ്ങി പ്രകൃതി പ്രതിഭാസങ്ങളെയും കല്ല്, മുള്ള്, മണ്ണ്, കാട്, വെള്ളം, തീയ്, പുക, കര, കടൽ എന്നിങ്ങനെ ഓരോന്നിനെയും പ്രത്യേകം പേര് ചൊല്ലിയാണ് നമ്മൾ വ്യഞ്ജിപ്പിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ പ്രാപഞ്ചികമായ സർവ്വതും ആലാപമാത്രമാകുന്നു അഥവാ പറച്ചിലിൻ്റെ രൂപത്തിലുള്ളതാകുന്നു എന്നു സാരം. നാദബ്രഹ്മം എന്ന സംജ്ഞ കൊണ്ട് വ്യഞ്ജിപ്പിക്കുന്നതെല്ലാം ആലാപമാത്രമായ അറിവാണ്. വാക്കുകളാലും നാമങ്ങളാലും വ്യഞ്ജിപ്പിക്കാൻ സാധ്യമല്ലാത്തതായി യാതൊന്നും തന്നെ ഇല്ല എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുൾ. കാലാദിയായ മൃദുനൂലാലെ നെയ്യും ഒരു ലീലാപടം ഭവതി മെയ്മേലാകമൂടും എന്നാണ് തുടർന്ന് പറഞ്ഞിരിക്കുന്നത്. വിശ്വജനനിയായ ദേവിയുടെ ശരീരം കാലം, ദേശം മുതലായ അതിസൂക്ഷ്മങ്ങളായ നൂലുകളാൽ നെയ്തെടുത്ത നൃത്തവേഷത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നതായി ഭാവന ചെയ്തിരിക്കുന്നു. സൂക്ഷ്മനൂലുകളാൽ നെയ്തെടുത്ത നേർത്ത ലീലാപടം അഥവാ നൃത്തവേഷം ധരിച്ചിരിക്കുന്നതുകൊണ്ട് ദേവിയുടെ ശരീരം സുവ്യക്തതയോടുകൂടി ദർശിക്കാൻ സാധ്യമല്ല. സമയപ്രവാഹത്തെയാണ് കാലമെന്ന് പറയുന്നത്. സ്ഥാനീയമായ അറിവാണ് ദേശബോധം. അനുനിമിഷം മാറ്റങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജഗദ്വിലാസങ്ങൾക്കൊപ്പം കാലവ്യതിയാനവും ദേശവ്യതിയാനവും സംഭവിക്കുന്നുണ്ട്.
കാലദേശങ്ങൾ ദേവിയുടെ സൃഷ്ടിയാണ്. അറിവിൽ ഉണ്ടായി വരുന്ന ബോധാങ്കുരണമാണ് കാലദേശ പ്രതീതികൾ. അറിവിൻ്റെ രൂപത്തിൽ പ്രഭവിക്കുന്നത് കൊണ്ടാണ് ഇവ ജ്ഞാനസ്വരൂപിണിയായ ജനനിയിൽ നിന്നും ജനിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. ജഗദ്വിലാസങ്ങൾ അനുനിമിഷം മാറ്റങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നതെങ്കിലും നമുക്ക് ആ മാറ്റങ്ങൾ പ്രത്യക്ഷത്തിൽ അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. വർത്തമാനകാലം എന്ന പദം കൊണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ കാലഗണനയാണ് നാം നടത്തുന്നത്. സൂക്ഷ്മവിചാരം ചെയ്തു നോക്കിയാൽ വർത്തമാനം അതിസൂക്ഷ്മമാണ്. വർത്തമാനമെന്ന പദം വാ ഇർ ഇത്ത മാ നം എന്നീ അക്ഷരങ്ങളുടെ യോഗമാണല്ലോ. ഇതിലെ വാ ഹ്രസ്വാക്ഷരവും ഇർ അർദ്ധാക്ഷരവും ഇത്ത മാ ഇവ ദീർഘാക്ഷരങ്ങളുമാണ്. ഹ്രസ്വാക്ഷരങ്ങളുടെ ഉച്ചാരണത്തിന് 1 മാത്ര സമയദൈർഘ്യവും ദീർഘാക്ഷരങ്ങളുടെ ഉച്ചാരണത്തിന് 2 മാത്ര സമയദൈർഘ്യവും ആവശ്യമായി വരുന്നു. അർദ്ധാക്ഷരം ഉച്ചരിക്കാൻ 1/2 മാത്ര സമയദൈർഘ്യമേ ആവശ്യമുള്ളൂ. വർത്തമാനം എന്ന പദം ഉച്ചരിക്കാൻ 5.5 മാത്ര സമയദൈർഘ്യം വേണ്ടിവരുന്നു. വർത്തമാനം എന്ന് നാം ഉച്ചരിച്ച് തുടങ്ങുന്നതിനും ഉച്ചരിച്ച് കഴിയുന്നതിനുമിടയിലുള്ള സമയദൈർഘ്യം 5.5 മാത്രയാകുന്നു എന്ന് സാരം. ഈ 5.5 മാത്രയിൽ എവിടെയാണ് വർത്തമാനത്തെ അടയാളപ്പെടുത്തുക? അപ്പോൾ അതുകൊണ്ട് വർത്തമാനം ഇല്ല എന്നുള്ളതാണ് സൂക്ഷ്മ ദൃക്കുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞുപോയത് എന്ന അർത്ഥമാണല്ലോ ഭൂതവിവക്ഷയിലുള്ളത്. വർത്തമാനം അടയാളപ്പെടുത്താതെ ഭൂതത്തെ അടയാളപ്പെടുത്താൻ സാധ്യമല്ല. വരാൻ പോകുന്ന കാര്യങ്ങളെയാണ് ഭാവി എന്ന പദം അർത്ഥമാക്കുന്നത്. ഏതു നിമിഷവും നിലച്ചു പോകാവുന്ന തരത്തിലാണ് പ്രാപഞ്ചികമായ സർവ്വതിൻ്റെയും ഘടന ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭാവി എന്ന വിവക്ഷയ്ക്കും നിശ്ചയമില്ല. എവിടെയാണ് ഭാവിയുടെ നിലയെ അടയാളപ്പെടുത്തുക? കാലവിവക്ഷ തികച്ചും ആപേക്ഷികമാകുന്നു എന്ന് സാരം. കാലം അനാദിയാകുന്നു എന്നും അനന്തമാകുന്നു എന്നുമൊക്കെ പറയപ്പെട്ടിരിക്കുന്നതിൻ്റെ രഹസ്യമിതാണ്. കാലദേശാനുഭവങ്ങൾ മായാബോധത്തിൽപ്പെടുന്നു എന്നാണ് ഗുരു ഈ ശ്ലോകത്തിൽ സമർത്ഥിച്ചിരിക്കുന്നത്. നേർത്ത നൂലുകളാൽ നെയ്തെടുത്ത നൃത്തവേഷം അണിഞ്ഞിരിക്കുന്നതിനാൽ ദേവിയുടെ ശരീരം വ്യക്തമായി കാണാൻ സാധിക്കുന്നില്ല എന്ന പ്രയോഗത്തെ വ്യാഖ്യാനം ചെയ്യുമ്പോൾ സർവജ്ഞാനാനുഭവങ്ങളും അജ്ഞാനാവരണബദ്ധമാകുന്നു എന്നാണ് വെളിപ്പെട്ട് കിട്ടുന്നത്. ആരും ഉള്ളതറിവില്ല ആഗമാന്ത നിലയെ എന്ന് പറഞ്ഞുകൊണ്ട് ഗുരു ഈ ശ്ലോകം ഉപസംഹരിച്ചിരിക്കുന്നു. അറിവിൻ്റെ നിറവ് നമുക്കെന്നും അപ്രാപ്യമാകുന്നു എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുൾ. ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം ജയിക്കട്ടെ.